Good morning. ആറിന്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടാണ് ആ സെക്ഷൻ എടുത്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് നിർത്തിയിരുന്നത്. ഇനി അതിന്റെ പ്രോബ്ലംസും തുടർന്ന് ഇന്റർവെൽസിന്റെ സെക്ഷനും അത് രണ്ടുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. റിയൽ നമ്പേഴ്സിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അഥവാ ഈക്വലന്റ്ലി സുപ്രീമം പ്രോപ്പർട്ടി അതെന്താണ്? Given any set of real numbers which is bounded above, it has a supremum. Bounded above ആയിട്ടുള്ള ഏത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് തന്നാലും അതിന് സുപ്രീമം ഉണ്ട് എന്നുള്ളതാണ്. ഇൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇതാണ് സുപ്രീമം പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സുപ്രീമം പ്രോപ്പർട്ടി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനുണ്ട്, പക്ഷേ റാഷണൽ നമ്പേഴ്സിനുണ്ടോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിയൽ നമ്പേഴ്സിനുള്ള സുപ്രീമം പ്രോപ്പർട്ടി അതിന്റെ ഒരു ഡെൻസ് സബ്സെറ്റ് ആയ റാഷണൽ നമ്പേഴ്സിനുണ്ടോ? ആക്ച്വലി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിന് ഇല്ല. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രോപ്പർട്ടി ഇല്ല എന്ന് കാണിക്കണമെങ്കിൽ എന്ത് മതി? അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഇവിടെ ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ √2 എക്സിസ്റ്റൻസിന് വേണ്ടി ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തില്ലേ? ആ സെയിം സെറ്റ് ആണ് നമ്മൾ ഇവിടെ വീണ്ടും എടുക്കാൻ പോകുന്നത്. അവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിരുന്നു. ഇവിടെ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രം വരുത്തുന്നു. ഇത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. സോ എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് അവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എക്സ് നോൺ നെഗറ്റീവ് ആയിരിക്കണം, എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആയിരിക്കണം. ആ സെയിം കണ്ടീഷൻസ് വെച്ചിട്ടുള്ള സെറ്റ് എസ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ആകെയുള്ള ഡിഫറൻസ് എന്താണ്? ഇത് റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. നേരത്തെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സുമാണ് എടുത്തത്. ഇവിടെ റാഷണൽ നമ്പേഴ്സിന്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ആണ് നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആയിട്ട് ഞാൻ എസ് ഡിഫൈൻ ചെയ്യുന്നു. അവിടെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഇവിടെയും ട്രൂ ആണ്. ഈ സെറ്റ് നോൺ എംപ്റ്റി ആണ് എന്ന് പറയാൻ നമുക്ക് ഏത് നമ്പറാ നമ്മൾ എടുത്തേ? 1 എലമെന്റ് ഓഫ് എസ് ആണ് എന്നുള്ളത് ട്രിവിയലി ട്രൂ ആണ്. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, 1 സ്ക്വയർ ലെസ് ദാൻ 2 ആണ്. അതുകൊണ്ട് 1 എലമെന്റ് ഓഫ് എസ് ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എസ് ഇസ് നോൺ എംപ്റ്റി. എസ് റാഷണൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എംപ്റ്റി കളക്ഷൻ ആണ് എന്ന് കിട്ടി. ഇനി അവിടെ നമ്മൾ ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് പറഞ്ഞത് ആരെയാണ്? 2 എന്നുള്ള റാഷണൽ നമ്പറിനെയാണ് നമ്മൾ അവിടെ അപ്പർ ബൗണ്ട് ആയിട്ട് പറഞ്ഞത്. ആ റാഷണൽ നമ്പർ ഇവിടെയുണ്ട് അല്ലെ? 2 is again an upper bound. കാരണം if we take any t greater than 2, t square is greater than 4. അപ്പൊ t എന്ന് പറയുന്നത് ഈ സെറ്റിൽ ഉണ്ടാവില്ല. It's not an element of. Okay. അപ്പൊ അതുകൊണ്ട് any number greater than 2 is not in this set. So 2 is an upper bound. So this is a collection of rational numbers which is non-empty and is bounded above. Okay. അപ്പൊ ഇതിന് സുപ്രീമം ഉണ്ടാവണം അല്ലെ? ആക്ച്വലി ഇതിന് സുപ്രീമം ഉണ്ട്. നമുക്കറിയാം ആരാണ് സുപ്രീമം? √2 ആണ് സുപ്രീമം. അപ്പൊ കോൺട്രഡിക്ഷൻ ഒന്നും വന്നില്ലല്ലോ. എന്താ ഇവിടുത്തെ കോൺട്രഡിക്ഷൻ? √2 എന്ന് പറയുന്ന സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അത് നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചതുമാണ്. പക്ഷേ √2 റാഷണൽ നമ്പർ അല്ല എന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ സെറ്റിന് സുപ്രീമം ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ ഈ സെറ്റിന് സുപ്രീമം ഉണ്ട്. ബട്ട് നൗ അവർ സെറ്റ് അണ്ടർ കൺസിഡറേഷൻ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ സംബന്ധിച്ച് √2 എന്നൊരു നമ്പർ ഇല്ല. ഓക്കെ. ഈ സെറ്റിന് സുപ്രീമം ഉണ്ട്, റിയൽ നമ്പേഴ്സിൽ സുപ്രീമം ഉണ്ട്. റിയൽ നമ്പേഴ്സിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അവിടെ സുപ്രീമം ഉണ്ടായേ പറ്റുള്ളൂ. റാഷണൽ നമ്പേഴ്സിന്റെ ഏത് സബ്സെറ്റ് എടുത്താലും അത് റിയൽ നമ്പേഴ്സിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ റിയൽ നമ്പേഴ്സിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സെറ്റിന് സുപ്രീമം ഉണ്ടാവും. അതിലൊന്നും നമുക്ക് തർക്കമില്ല. ആ സുപ്രീമം ഉണ്ട്, അത് √2 ആണെന്ന് നമ്മൾ മുമ്പ് പ്രൂവും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ √2 റാഷണൽ നമ്പർ അല്ല. ഓക്കെ. അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ സബ്സെറ്റ് നോൺ എംപ്റ്റി ആണ്, ബൗണ്ടഡ് എബവ് ആണ്. പക്ഷേ അതിന് സുപ്രീമം ഇല്ല. എവിടെ സുപ്രീമം ഇല്ല? റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ സുപ്രീമം ഇല്ല. അപ്പൊ അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സിന് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഇല്ല. അടുത്ത തിയറം ഡെൻസിറ്റി തിയറം. നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ആ വേർഡ് അവിടെ യൂസ് ചെയ്തു. റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന്റെ ഒരു ഡെൻസ് സബ്സെറ്റ് ആണ് എന്നൊരു വേർഡ് ഞാൻ അവിടെ യൂസ് ചെയ്തു. എന്താണ് ഈ ഡെൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡ് മീനിങ് എന്താ? നിറഞ്ഞു നിൽക്കുക അല്ലെ? ഡെൻസ് ആയിട്ട് ഇരിക്കുക.
റിയൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ റാഷണൽ നമ്പേഴ്സ് മറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ടാവുന്നു. അത്രയധികം ടൈറ്റ്ലി പാക്ഡ് ആണ് വിത്ത് റാഷണൽ നമ്പേഴ്സ്. യു ടേക്ക് എനി ടു റിയൽ നമ്പേഴ്സ്, there exists a rational number in between that. ഇതാണ് ഡെൻസിറ്റി തിയറം പറയുന്നത്. The statement എന്താണ്? If x and y are real numbers with x less than y, then there exists a rational number r element of Q such that x less than r less than y. Okay. In fact, നമുക്ക് ഡെൻസിറ്റി തിയറം പറയുന്നത് ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്നാണ്. ഈ ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്സും വൈയും രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തപ്പോ ഡെൻസിറ്റി തിയറം അനുസരിച്ച് അതിന്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പർ 6 കിട്ടി. ഓക്കെ, ഈ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് റിയൽ നമ്പർ ആണല്ലോ. അപ്പൊ 6 ഒരു റിയൽ നമ്പർ ആണ്, y ഒരു റിയൽ നമ്പർ ആണ്. അതിന്റെ ഇടയിൽ വീണ്ടും വേറൊരു റാഷണൽ നമ്പർ ഉണ്ടാവില്ലേ? ആ റാഷണൽ നമ്പർ ആണ് R1 എന്ന് വിചാരിക്കുക. എഗെയിൻ R1 is a real number and y is a real number. So between that വേറെ ഒരു റാഷണൽ നമ്പറും കൂടിയുണ്ട് R3. ഈ പ്രോസസ് നമുക്ക് ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തൂടെ? R1, R2, R3 ഇതൊക്കെ എവിടെയുണ്ട്? XY എന്നുള്ള ഇന്റർവെല്ലിന് ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇൻഫാക്ട് ഒരു റാഷണൽ നമ്പർ അല്ല, ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ ഇത്രയുമേ ആവശ്യപ്പെടുന്നുള്ളൂ. ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ് there exists a rational number R. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്മെന്റിൽ എക്സ് ലെസ് ദാൻ വൈ എന്ന് തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ വൈ ആയതുകൊണ്ട് y minus x will be greater than 0. Okay. So given any positive real number, by the corollary to Archimedean property, there exists a natural number n such that 1 by n is less than y minus x. Archimedean property പറയുന്നത് given any real number, there exists a rational number greater than that എന്നാണ്. അതിന്റെ കൊറോളറി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. എങ്ങനെയാണ്? തന്നിരിക്കുന്ന റിയൽ നമ്പർ എപ്സിലോൺ ആണെങ്കിൽ 1 by എപ്സിലോൺ എടുക്കുക. അപ്പൊ 1 by എപ്സിലോണിനേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പർ n ഉണ്ട്. 1 by എപ്സിലോൺ ഗ്രേറ്റർ ദാൻ n കിട്ടും. റിവേഴ്സ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റിയും തിരിയും. സോ എപ്സിലോൺ ലെസ് ദാൻ 1 by n എന്നുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും അല്ലെ? അപ്പോൾ there exists a natural number n such that 1 by n is less than y minus x. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1 ലെസ് ദാൻ ny minus nx implies nx plus 1 less than ny. Okay. So 1 by n less than yx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. nx plus 1 less than ny. അതൊരു ഇക്വേഷൻ കയ്യിലിരിക്കട്ടെ. ഇനി nx എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ലേ? nx ഒരു റിയൽ നമ്പർ ആണെങ്കിൽ വീണ്ടും കൊറോളറി ടു ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് there exists an m natural number m such that m minus 1 less than or equal to nx less than m. ലാസ്റ്റ് കൊറോളറി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോം, ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് നമുക്ക് പറയാം. There exists a natural number m such that m minus 1 less than or equal to nx less than n. Okay. m minus 1 less than or equal to nx. So m will be less than or equal to nx plus 1. ശരിയല്ലേ? ഈ nx plus 1 less than ny ആണെന്ന് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. So m less than ny. Okay. nx less than m ആണ്, m less than ny ആണ്. അപ്പൊ ഈ രണ്ട് ഇനീക്വാലിറ്റിയും കൂടി കമ്പൈൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? nx less than m less than ny. ഇനി n ഒരു പോസിറ്റീവ് നാച്ചുറൽ നമ്പർ അല്ലേ? ഒരു പോസിറ്റീവ് നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനീക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. സോ എക്സ് ലെസ് ദാൻ m by n less than y, where m and n are natural numbers. Okay. So between any two real numbers, there exists a rational number. m by n ഫോമിലുള്ള നമ്പർ അല്ലേ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. So there exists a rational number. ഇവിടെ നിങ്ങൾ അറിയാതെ തന്നെ ഞാൻ ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്, എക്സും വൈയും പോസിറ്റീവ് ആണ് എന്ന്. എക്സും വൈയും പോസിറ്റീവ് ആണെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇനീക്വാലിറ്റി ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ എക്സും വൈയും പോസിറ്റീവ് ആണെന്ന ഒരു അസംഷൻ എടുത്താൽ അത് ജനറൽ സെറ്റപ്പിൽ ശരിയാവുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ? എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണെങ്കിൽ, എക്സ് ലെസ് ദാൻ വൈ ആണ്, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണെങ്കിൽ അതിനിടയിൽ 0 ഉണ്ടല്ലോ, ഉറപ്പല്ലേ?
സീറോ ഒരു റാഷണൽ നമ്പറും അല്ലേ? സോ തിയറം ഹോൾസ് ഗുഡ്. ഓക്കെ, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആണെങ്കിൽ തിയറം ട്രൂ ആണ്. ഇനി എക്സും വൈയും രണ്ടും നെഗറ്റീവ് ആണ് എന്ന് വിചാരിക്കുക. എക്സും വൈയും രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സും മൈനസ് വൈയും പോസിറ്റീവ് അല്ലേ? അപ്പം മൈനസ് എക്സിനും മൈനസ് വൈക്കും ഇടയ്ക്ക് നമ്മൾ ഇപ്പൊ പ്രൂവ് ചെയ്തതനുസരിച്ച് ഒരു റാഷണൽ നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് ആർ എന്ന് പറയുന്ന റാഷണൽ നമ്പറോ അത് എക്സിനും വൈക്കും ഇടയ്ക്കായിരിക്കും. മൈനസ് വൈക്കും മൈനസ് എക്സിനും ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ ആർ ഉണ്ടെങ്കിൽ മൊത്തം അതിന്റെ നെഗറ്റീവ് എടുത്താൽ എക്സിനും വൈക്കും ഇടയ്ക്ക് ഒരു റാഷണൽ നമ്പർ മൈനസ് ആർ ഉണ്ട് എന്ന് കിട്ടും. അപ്പൊ രണ്ട് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന് ഈ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ജനറൽ കേസിലും ഇത് ട്രൂ ആണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഈ പ്രൂഫ് എഴുതുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് ഇങ്ങനെ ആ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യുന്നതിൽ കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? ബിറ്റ്വീൻ എനി ടു റിയൽ നമ്പേഴ്സ് ദെർ എക്സിസ്റ്റ് എ റാഷണൽ നമ്പർ. ഇനി റാഷണൽ നമ്പേഴ്സിന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. റാഷണൽ നമ്പേഴ്സിന് മാത്രമല്ല ഇറാഷണൽ നമ്പേഴ്സിനും ഇത് ട്രൂ ആണ്. അതായത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ റാഷണൽ നമ്പേഴ്സ് അങ്ങ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് പിന്നെ കുറച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ വരാം അല്ലെ? അത് ശരിയല്ല. റാഷണൽ നമ്പേഴ്സ് എത്രത്തോളം ഡെൻസ് ആയിട്ട് റിയൽ നമ്പേഴ്സിൽ നിൽക്കുന്നോ അത്ര തന്നെ ഡെൻസ് ആയിട്ടാണ് ഇറാഷണൽ നമ്പേഴ്സും നിൽക്കുന്നത്. അതാണ് നമ്മുടെ അടുത്ത കൊറോളറി. If x and y are any two real numbers with x less than y, then there exists an irrational number z such that x less than z less than y. In short, between any two real numbers, there exists an irrational number. ഇത് നേരത്തെ തിയറത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെഡ്യൂസ് ചെയ്യാവുന്നതാണ്. എക്സും വൈയും ഏത് രണ്ട് റിയൽ നമ്പർ ആണെങ്കിലും അതിനിടയിൽ ഒരു റാഷണൽ നമ്പർ ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ബൈ റൂട്ട് 2 ഒരു റിയൽ നമ്പർ അല്ലേ? വൈ ബൈ റൂട്ട് 2 അതും ഒരു റിയൽ നമ്പർ അല്ലേ? റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി ആണ്. ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു തടസ്സവുമില്ല. സോ ഗിവൺ എനി ടു റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, x by root 2 and y by root 2 are again real numbers. ഇതിന് ഞാൻ ഡെൻസിറ്റി തിയറം അപ്ലൈ ചെയ്യുന്നു. സോ ബിറ്റ്വീൻ x by root 2 and y by root 2 there exists a rational number r. ഇത് ഡെൻസിറ്റി തിയറം അനുസരിച്ച് ട്രൂ ആണ്. ഈ ഇക്വേഷൻ എനിക്ക് ത്രൂ ഔട്ട് റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ? റൂട്ട് 2 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. സോ എക്സ് ലെസ് ദാൻ r root 2 less than y where r is rational. ഒരു റാഷണൽ നമ്പറിനെയാണ് ഞാൻ ഇവിടെ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. റൂട്ട് 2നെ എനിക്ക് ഒരിക്കലും p/q ഫോമിൽ എഴുതാൻ പറ്റുകയുമില്ല. സോ r by root 2 is an irrational number which lies between x and y. So between any two real numbers there exists an irrational number. Okay. അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പർ എടുത്താലും അതിന്റെ ഇടയിൽ ഒരു റാഷണൽ നമ്പറും ഉണ്ട്, ഒരു ഇറാഷണൽ നമ്പറും ഉണ്ട്. വീണ്ടും ഓരോന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇൻഫാക്ട് ഓരോന്നല്ല, ഇൻഫിനിറ്റ്ലി മെനി ഉണ്ട്. അത് ഞാൻ നേരത്തെ റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു അല്ലെ? ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എക്സ് ബൈ റൂട്ട് 2നും വൈ ബൈ റൂട്ട് 2നും ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. ആ ഓരോ റാഷണൽ നമ്പറും എനിക്ക് r ഇൻറ്റു റൂട്ട് 2 എന്നുള്ള ഫോമിലുള്ള ഒരു ഇറാഷണൽ നമ്പർ തരും എക്സിനും വൈക്കും ഇടയ്ക്ക്. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് there exist one എന്നാണ്, ഒരെണ്ണം ഉണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്ക് ഇൻഫിനിറ്റ്ലി മെനി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷൻ ഇന്റർവെൽസ്. ഓക്കെ, ഇന്റർവെൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇന്റർവെൽ പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് ഇന്ന ഇന്റർവെൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അല്ലെ? കാരണം സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഇന്റർവെൽ എന്നുള്ള കൺസെപ്റ്റ്. അനാലിസിസിലെ ഇന്റർവെലിന്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ ഇപ്പോഴാണ് എത്തുന്നത്. ഓക്കെ, സോ ഗിവൺ എനി ടു റിയൽ നമ്പേഴ്സ് a less than b, ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എനേക്കാൾ വലിയ ബിനേക്കാൾ ചെറിയ എലമെന്റ്സിന്റെ കളക്ഷൻ. അതിനെയാണ് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ എ ബി എന്ന് പറയുന്നത്. റൗണ്ട് ബ്രാക്കറ്റ് എ ബി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഓപ്പൺ ഇന്റർവെൽ എ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി.
അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ബൗണ്ടറി പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഓപ്പൺ ഇന്റർവെല്ലില് എയും ബിയും എലമെന്റ്സ് അല്ല, ആ എയും ബിയും കൂടി ആഡ് ചെയ്താൽ ഉള്ള റിസൾട്ടന്റ് സെറ്റിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ within square brackets a comma b. So closed interval a b equal to set of all x element of R such that a less than or equal to x less than or equal to b. Okay. ഇനി അടുത്ത ഒരു ടൈപ്പ് ഇന്റർവെൽ ഉള്ളത് ഹാഫ് ഓപ്പൺ അല്ലെങ്കിൽ ഹാഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഒരു സൈഡ് ഓപ്പണും മറ്റേ സൈഡ് ക്ലോസ്ഡും ആയിട്ടിരിക്കുക, അതിനെയാണ് നമ്മൾ ഹാഫ് ഓപ്പൺ അഥവാ ഹാഫ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ എ, ഓപ്പൺ ബി, ക്ലോസ്ഡ് എ, ഓപ്പൺ ബി, അത് ഒരു ഹാഫ് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. അതിലെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി, അതാണ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ എ ക്ലോസ്ഡ് ബി, അത് ഏത് കളക്ഷൻ ആയിരിക്കും? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ ഓപ്പൺ എ ക്ലോസ്ഡ് ബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 4 തരം ഇന്റർവെൽസ് ആണുള്ളത്. ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിരിക്കും. ബി മൈനസ് എ എത്രയാണോ അതിനെയാണ് ലെങ്ത് ഓഫ് ദി ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ട് ഈസ് ഓപ്പൺ ഇന്റർവെൽ എ എ? ഓപ്പൺ ഇന്റർവെൽ എ എ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് വരും അല്ലെ. എ ലെസ് ദാൻ എക്സും ആവണം, എക്സ് ലെസ് ദാൻ എയും ആവണം. രണ്ടും കൂടി ഒരേ സമയം പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ ഇന്റർവെൽ എ എ എന്ന് പറഞ്ഞാൽ അത് എംപ്റ്റി സെറ്റ് ആണ്, അതിലൊന്നുമില്ല. ഓക്കെ, അതേസമയം ക്ലോസ്ഡ് ഇന്റർവെൽ എ എ എടുത്താലോ? ക്ലോസ്ഡ് ഇന്റർവെൽ എ എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് വരുന്നത്. ഇത് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ ട്രൂ ആവുമല്ലോ. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ എ എ എന്ന് പറഞ്ഞാൽ അതിലാകെ ഒരു പോയിന്റേ ഉള്ളൂ, എ, സിംഗിൾട്ടൺ എ, അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ എ. ഓപ്പൺ ഇന്റർവെൽ എ എ is empty and closed interval a a equal to singleton a. ഓക്കെ, അതാണ് എ ഈക്വൽ ടു ബി ആണെങ്കിലുള്ള കേസ്. ഇനി ഒരു സൈഡ് ഇൻഫിനിറ്റി ആയിട്ടും നമുക്ക് ഇന്റർവെൽസിനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു സൈഡ് ഇൻഫിനിറ്റി ആയിട്ടും ഇന്റർവെൽസിനെ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾസ്, അതിൽ ഓപ്പൺ ഇന്റർവെൽസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ എ പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ എ, ആ കളക്ഷനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ലെസ് ദാൻ ബി, അങ്ങനെയും പറയാം, അതും ഒരു ഇൻഫിനിറ്റ് ഓപ്പൺ ഇന്റർവെൽ ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ബി എന്നുള്ള ഫോമിലാണ്. ഇത് രണ്ടും ഇൻഫിനിറ്റ് ഓപ്പൺ ഇന്റർവെൽസ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫിനിറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽസും ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ രണ്ട് ഫോമിലും നമുക്ക് സെറ്റുകൾ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ഓപ്പൺ ഇന്റർവെൽ ആയിട്ടാണ് പ്ലസ് ഇൻഫിനിറ്റി എന്നിടുന്നത്. കാരണം ഇൻഫിനിറ്റി ഒരു നമ്പർ അല്ല, അതൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊരു റിയൽ നമ്പർ, പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന റിയൽ നമ്പർ എന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കൺസെപ്റ്റ്. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് എഴുതിയാൽ എയും ബിയും അതിലെ പോയിന്റ്സ് ആണ് എന്നാണ് അല്ലെ. അപ്പൊ ഞാൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതിയാൽ പ്ലസ് ഇൻഫിനിറ്റി ഒരു റിയൽ നമ്പർ ആണ് എന്ന് പറയുന്നതിനോട് ഈക്വൽ ആയി പോകും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ നമ്പർ, ഇറ്റ് ഇസ് എ കൺസെപ്റ്റ്. അതുകൊണ്ട് ക്ലോസ്ഡ് ഇൻഫിനിറ്റ് ഇന്റർവെൽ എഴുതുമ്പോൾ അതെപ്പോഴും ഹാഫ് ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ ആയിരിക്കും. ക്ലോസ്ഡ് എ ഓപ്പൺ പ്ലസ് ഇൻഫിനിറ്റി എന്നൊരു ഫോമിൽ വേണം എഴുതാൻ. അതേപോലെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ടൈപ്പ് ആണെങ്കിൽ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ബി എന്ന് വേണം എഴുതാൻ. രണ്ട് സൈഡിലും ക്ലോസ്ഡ് ഇട്ടാൽ അത് തെറ്റാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കാരണം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് ആണ്, അത് ഒരു റിയൽ നമ്പർ അല്ല, ഇറ്റ്സ് എ കൺസെപ്റ്റ്. എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻഫിനിറ്റി ഉള്ളത്. ഇറ്റ് ഇസ് നോട്ട് എ റിയൽ നമ്പർ. ഓക്കെ, ഇനി റിയൽ നമ്പേഴ്സിനെ എനിക്ക് ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? എഴുതാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ എനിക്ക് ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് എഴുതാം. സോ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഈസ് ഓൾസോ ആൻ ഇന്റർവെൽ. ഓക്കെ, ഇന്റർവെൽസിന്റെ ക്യാരക്ടറൈസേഷൻ തിയറം ആണ് അടുത്തത്. If S is a subset of R that contains at least 2 points and has the property if xy element of S and x less than y,
then closed interval xy is a subset of S, then S is an interval. കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് തന്നാൽ അത് ഇന്റർവെൽ ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കണ്ടീഷൻ 1 പറയുന്നത് എന്താണ്? എസിനകത്ത് 2 പോയിന്റ്സ് എങ്കിലും ഉണ്ട്, എക്സും വൈയും. ആ എക്സ് ലെസ് ദാൻ വൈ ആണ് എങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എക്സ് വൈ അങ്ങനെ തന്നെ എസിലുണ്ടാണ്. എക്സ് ലെസ് ദാൻ വൈ ആയിട്ടുള്ള ഏത് 2 നമ്പേഴ്സ് എടുത്താലും ആ മുഴുവൻ ഇന്റർവെല്ലും എസിലുണ്ട്. ഇത് എല്ലാ എക്സിനും വൈക്കും ട്രൂ ആണെങ്കിൽ യെസ് എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ 4 ഡിഫറെന്റ് കേസുകൾ എടുക്കും. അതായത് യെസ് എന്ന് പറയുന്ന സെറ്റ് ബൗണ്ടഡ് ആവാം, അൺബൗണ്ടഡ് ആവാം അല്ലെ. അപ്പൊ യെസ് ബൗണ്ടഡ് ആണ് എന്നുള്ളത് ഒരു കേസ്. അൺബൗണ്ടഡ് ആണെങ്കിൽ തന്നെ അവിടെ വീണ്ടും 3 പോസിബിലിറ്റീസ് ഉണ്ട്. അൺബൗണ്ടഡ് ആണ് പക്ഷെ ബൗണ്ടഡ് ബിലോ ആകാം അല്ലെ. ബൗണ്ടഡ് ബിലോ ആണ്, എബവ് അല്ല, അങ്ങനെ ഒരു കേസ്. ബൗണ്ടഡ് എബവ് ആണ് പക്ഷേ ബിലോ അല്ല എന്നൊരു കേസ്. ബൗണ്ടഡ് എബവ് അല്ല, ബിലോ അല്ല എന്ന് പറയുന്നത് അവസാനത്തെ കേസ്. അങ്ങനെ 4 കേസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ്, യെസ് ഒരു ബൗണ്ടഡ് സെറ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യാം. യെസ് ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ എന്തൊക്കെയുണ്ട് അതിന് സുപ്രീമവും ഉണ്ട്, ഇൻഫിമവും ഉണ്ട് അല്ലെ. സോ സുപ്രീമം യെസ് ഈക്വൽ ടു യു എന്ന് അസ്യൂം ചെയ്യാം. ഇൻഫിമം യെസ് ഈക്വൽ ടു ഡബ്ല്യു എന്നും അസ്യൂം ചെയ്യാം. എന്റെ ക്ലെയിം യെസ് എന്ന് പറയുന്നത് യു വി എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ ആണ്. സോറി, യു വി എന്നുള്ള ഇന്റർവെൽ ആണ്. അത് ഓപ്പൺ ആവാം, ക്ലോസ്ഡ് ആവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, പക്ഷെ യു വി എന്നുള്ള ഇന്റർവെൽ ആണ് യെസ് എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് യെസിനകത്തുള്ള ഏത് എലമെന്റ് സ്മോൾ യെസ് എടുത്താലും വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു യെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്നുള്ളത് ട്രൂ ആയിരിക്കും. എന്താണ് കാരണം? യു എന്ന് പറയുന്നത് എസിന്റെ സുപ്രീമമാണ്. അപ്പൊ യു ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എസിലുള്ള എല്ലാ പോയിന്റ്സും യുവിനേക്കാൾ ചെറുതായിരിക്കും. അതേപോലെ ഡബ്ല്യു എന്ന് പറയുന്നത്, ഇത് ഡബ്ല്യു ആണ് കേട്ടോ, ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻഫിമം ആണ്. അപ്പോ എസിലുള്ള എല്ലാ പോയിന്റ്സും ഡബ്ല്യുവിനേക്കാൾ വലുതായിരിക്കും. ഡബ്ല്യു ഒരു ലോവർ ബൗണ്ട് ആണ് എന്നുള്ളതുകൊണ്ട്. സോ ഏത് എസ് എടുത്താലും ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്നുള്ളത് ട്രൂ ആണ്. വിച്ച് മീൻസ് ദാറ്റ് ക്ലോസ്ഡ് ഇന്റർവെൽ ഡബ്ല്യു യു ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് യെസ്. യെസ്സിലെ ഏത് പോയിന്റ് എടുത്താലും അത് ഈ ഇന്റർവെല്ലിനകത്തുണ്ട്. അപ്പൊ യെസ് ഇതിന്റെ സബ്സെറ്റ് ആണ്, അഥവാ ഈ ഇന്റർവെല് യെസ്സിന്റെ സൂപ്പർ സെറ്റ് ആണ്. ഇനി എന്റെ ഉദ്ദേശം തിരിച്ച് ഉള്ള പാർട്ട് പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഡബ്ല്യു യു എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ എടുത്താൽ, എൻഡ് പോയിന്റ്സിനെ പറ്റി എനിക്ക് അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ബോധേഡ് അല്ല. ഡബ്ല്യു യു എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ എടുത്താൽ അത് സബ്സെറ്റ് ഓഫ് യെസ് ആണ് എന്ന് കാണിക്കുക എന്നുള്ളതാണ് എന്റെ അടുത്ത ഉദ്ദേശം. ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കാണിക്കണമെങ്കിൽ എയിലെ ഏത് പോയിന്റ് എടുത്താലും അത് ബിയിൽ ഉണ്ടെന്ന് കാണിക്കണം. അപ്പോഴാണ് എനിക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടുക അല്ലെ. അതിനുവേണ്ടി ഞാൻ ഡബ്ല്യു യു എന്നുള്ള ഇന്റർവെല്ലിലെ ഒരു പോയിന്റ് ആണ് സെഡ് എന്ന് വിചാരിക്കുന്നു. സെഡ് എലമെന്റ് ഓഫ് ഡബ്ല്യു യു. അപ്പൊ സെഡ് ഡബ്ല്യുവിനേക്കാൾ വലുതാണല്ലോ. സെഡ് എലമെന്റ് ഓഫ് ഡബ്ല്യു യു എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഡെഫിനിഷൻ ഡബ്ല്യു ലെസ് ദാൻ ഇസെഡ് ലെസ് ദാൻ യു. ഇതാണ് കണ്ടീഷൻ അല്ലെ. സെഡ് ഡബ്ല്യുവിനേക്കാൾ വലുതാണ്. ഡബ്ല്യു എന്താണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് അല്ലെ. ഇൻഫിമം ആണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അപ്പൊ ഡബ്ല്യുവിന് മുകളിലുള്ള ഒന്നും ലോവർ ബൗണ്ട് അല്ല. അതുകൊണ്ട് സെഡ് ഒരു ലോവർ ബൗണ്ട് അല്ല. സെഡ് ലോവർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എക്സ് എലമെന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ ഇസെഡ്. ഇതിന്റെ കാരണം എന്താണ്? സെഡ് ഒരു ലോവർ ബൗണ്ട് അല്ല. ഇൻഫിമം ആയ ഡബ്ല്യുവിനേക്കാൾ വലുതാണ് സെഡ്. അതുകൊണ്ട് സെഡ് ഒരു ലോവർ ബൗണ്ട് അല്ല. അപ്പൊ സെഡിനേക്കാൾ ചെറിയ ഒരു പോയിന്റ് എങ്കിലും ഈ സെറ്റിനകത്തുണ്ട്. അതുപോലെ തന്നെ സെഡ് ലെസ് ദാൻ യു ആണ്. യു എന്താണ്? സുപ്രീമമാണ്. സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ യുവിന് താഴെയുള്ളതൊന്നും അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ സെഡ് അപ്പർ ബൗണ്ട് അല്ല. സെഡ് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? There exists y element of S such that y is greater than z. Okay. Z-നേക്കാൾ വലിയ ഒരു പോയിന്റ് എങ്കിലും ഈ സെറ്റിലുണ്ട്. കാരണം Z അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? X ലെസ് ദാൻ Z ലെസ് ദാൻ Y എന്നാണ് കിട്ടുന്നത്. Where
ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോയിന്റ്സ് ഓഫ് എസ്. അപ്പൊ ഈ കണ്ടീഷൻ പറയുന്നത് എന്താണ്? എക്സ് ലെസ് ദാൻ വൈ ആണ്, അത് രണ്ടും എസിലെ പോയിന്റ്സുമാണ് എങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എക്സ് വൈ അങ്ങനെ തന്നെ എസിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. സെഡ് എക്സിനും വൈക്കും ഇടയ്ക്കല്ലേ, അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എക്സ് വൈയിലെ പോയിന്റ് അല്ലേ സെഡ്, അതിൽ നിന്ന് എനിക്ക് എന്ത് പറയാം? സെഡ് എലമെന്റ് ഓഫ് എസ്. ഓക്കെ, അപ്പോ ഓപ്പൺ ഇന്റർവെൽ ഡബ്ല്യു യുവിലെ ഒരു ആർബിട്രറി പോയിന്റ് സെഡ് എടുത്താൽ അത് എസിലുണ്ട്. സോ ഡബ്ല്യു യു ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. ഓക്കെ, ഇനി ഡബ്ല്യു എന്നുള്ള പോയിന്റും യു എന്നുള്ള പോയിന്റും സെറ്റിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിനനുസരിച്ച് അത് ഓപ്പണോ ഹാഫ് ഓപ്പണോ അല്ലെങ്കിൽ ക്ലോസ്ഡോ ഇന്റർവെൽ ആവും. അത് നമുക്ക് പ്രശ്നമല്ല അല്ലെ, നമുക്ക് ഇന്റർവെൽ ആണ് എന്ന് മാത്രമേ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. So yes is an interval. It will be open if it does not contain its supremum and infimum. It will be a closed interval if it contains both its supremum and infimum. And it will be half open or half closed if it contains one among the supremum and infimum and not the other. Okay. അതിനെപ്പറ്റി നമുക്ക് ബോധേഡ് അല്ല, നമുക്ക് ഇന്റർവെൽ ആണ് എന്ന് മാത്രമേ കാണിക്കേണ്ടിയിരുന്നുള്ളൂ. ഇന്റർവെൽ ആണെന്ന് കാണിക്കാൻ എൻഡ് പോയിന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ക്ലിയർ ആണല്ലോ അല്ലെ? ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് ക്ലോസ്ഡ് ഇന്റർവെൽ ഡബ്ല്യു യു തന്നെ എസിന്റെ സൂപ്പർ സെറ്റ് ആണെന്ന്, പിന്നെ പ്രൂവ് ചെയ്തത് ഡബ്ല്യു യു സബ്സെറ്റ് ഓഫ് എസ് ആണെന്ന്. എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ടുഗദർ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. സോ എസ് ഇസ് ആൻ ഇന്റർവെൽ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അടുത്തത് ഒരു ഡെഫിനിഷൻ ആണ്, നെസ്റ്റഡ് ഇന്റർവെൽസ്. എനിക്ക് ഒരു സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് തന്നിരിക്കുന്നു. I1, I2, I3 ഇതൊക്കെ ഇന്റർവെല്ലുകളാണ്. ഈ ഇന്റർവെല്ലുകളെ നെസ്റ്റഡ് എന്ന് പറയണമെങ്കിൽ I1ന്റെ ഉള്ളിലായിരിക്കണം I2, അതിന്റെ ഉള്ളിലായിരിക്കണം I3, അതിന്റെ ഉള്ളിലായിരിക്കണം I4. അങ്ങനെ പോകുന്ന ഒരു ഡിക്രീസിങ് സീക്വൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഇന്റർവെൽസിനെ നമ്മൾ നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് പറയും. We say that the sequence In, n element n is nested if the following chain of inclusions hold. I1 superset of I2, superset of etc, superset of In, superset of In plus 1 etc. Okay. ഒരു ഡിക്രീസിങ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് തന്നാൽ അവരെയാണ് നമ്മൾ നെസ്റ്റഡ് ഇന്റർവെൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒരു നെസ്റ്റഡ് സീക്വൻസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1/n. ഇതാണ് എന്റെ IN എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ബി I1? I1 വിൽ ബി ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1. I2 എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ചേഞ്ച് ഒന്നുമില്ല അല്ലെ, ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1/2. ഈ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1/2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലല്ലേ. I3 will be closed interval 0, 1/n, so on. 1/3, 1/3, so on. Okay. അപ്പൊ അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചേഞ്ച് ചെയ്യുന്നില്ല, 0 ആയിട്ട് തന്നെ നിർത്തുന്നു. പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഇൻക്ലൂഷൻ I1 superset of I2, superset of I3 എന്നുള്ളത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു വരും. So In equal to closed interval 0, 1/n is an example of a nested sequence of intervals. ഇത് തന്നെ ഞാൻ ഓപ്പൺ ഇന്റർവെൽ എടുത്താലോ? എന്നാലും കുഴപ്പമില്ല. ഓപ്പൺ ഇന്റർവെൽ 0, 1/n എന്നെടുത്താൽ അത് ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് ആണ്. അതേപോലെ ഇതിപ്പോ നമ്മൾ ഒരു സൈഡ് ഫിക്സ് ചെയ്ത് നിർത്തി, എപ്പോഴും അങ്ങനെ വേണമെന്നുണ്ടോ? ഇല്ല. In equal to ഞാൻ ഓപ്പൺ ഇന്റർവെൽ -1/n, 1/n എന്നെടുക്കുന്നു. അപ്പൊ I1 എന്താ വരിക? I1 will be open interval -1, 1. I2 എന്ന് പറയുന്നതോ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ പകുതി ചുരുക്കും. So -1/2, 1/2. I2 is a proper subset of I1. Okay. I3 എന്ന് പറഞ്ഞാൽ -1/3, 1/3 വരും. അപ്പൊ അത് ഒന്നും കൂടി ചെറുതായി അല്ലേ. അങ്ങനെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസിന് എക്സാമ്പിൾ ആണ് ഓപ്പൺ ഇന്റർവെൽ -1/n, 1/n എന്ന് പറയുന്നത്. നെസ്റ്റഡ് സീക്വൻസസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നെസ്റ്റഡ് ഇന്റർവെൽസ് പ്രോപ്പർട്ടി. If In equal to closed interval an, bn, n element of n is a nested sequence of closed bounded intervals, then there exists theta element of R such that theta belongs to In for every n. Okay.
എനിക്ക് ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽസ് തന്നിരിക്കുകയാണ്. അതായത് I1 B1 ഏറ്റവും വലിയ ഇന്റർവെൽ, അതിന്റെ ഉള്ളില് I2 B2, അതിന്റെ ഉള്ളിൽ I3 B3, അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്നു. ഇങ്ങനെ ഒരു നെസ്റ്റഡ് സീക്വൻസ് തന്നാൽ ഈ എല്ലാ ഇന്റർവെല്ലിന്റെയും ഉള്ളിലുള്ള ഒരു പോയിന്റ് സീറ്റ, ഒരു റിയൽ നമ്പർ സീറ്റ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഈ നെസ്റ്റഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് റിയൽ ലൈനിൽ ഈ നമ്പേഴ്സ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും? ഇത് റിയൽ ലൈൻ ആണ് എന്ന് വിചാരിക്കുക. റിയൽ ലൈൻ എടുത്താൽ A1 B1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല് എനിക്ക് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാം, A1 B1. ഇനി A2 B2 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് അല്ലെ, I1 സൂപ്പർ സെറ്റ് ഓഫ് I2 എന്നാണ്. അപ്പൊ A2 B2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്താണ്. ചിലപ്പോൾ A2 ഈക്വൽ ടു A1 വരാം, അതേപോലെ B2 ഈക്വൽ ടു B1 വരാം. എനിവേ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെ വന്ന് AN B എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന്റെയും ഉള്ളിലാണ് അല്ലെ. അപ്പോ ഈ A1 A2 എക്സെട്ര B1 B2 എക്സെട്ര എന്നുള്ള റിയൽ നമ്പേഴ്സിന് എനിക്ക് എന്ത് റിലേഷൻ എഴുതാം? A1 വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര, ലെസ് ദാൻ ഓർ ഈക്വൽ ടു AN. അങ്ങനെ ANs എല്ലാം ചുരുങ്ങി ചുരുങ്ങി വരും. ആ ANസിനേക്കാളൊക്കെ വലുതായിരിക്കും BN, and BN will be less than or equal to BN minus 1. അതൊരു മുമ്പിലുള്ള നമ്പർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര, ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2, ഏറ്റവും വലുതായിരിക്കും ആര്? B1. ഇങ്ങനെ ഒരു സീക്വൻസ് ആയിരിക്കും റിയൽ നമ്പേഴ്സിന്റെ കേസിൽ വരിക. തന്നിരിക്കുന്ന IN ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ AN BN നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽസ് ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ അല്ലെ? റിയൽ ലൈനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു ഫാക്ട് ആണത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് രണ്ട് സീക്വൻസുകൾ കിട്ടിയിട്ടുണ്ട്. A1 A2 A3 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസും ഉണ്ട്, B1 B2 B3 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസും ഉണ്ട്. ഈ ആദ്യത്തെ സീക്വൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. സെറ്റ് A1 A2 A3 എക്സെട്ര, ഇതാണ് എന്റെ ക്യാപിറ്റൽ A എന്നുള്ള സെറ്റ് എന്ന് വിചാരിക്കുക. ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണോ? A1 A2 എക്സെട്ര AN എക്സെട്ര, എല്ലാ AI-കളുടെയും കളക്ഷൻ. ഈ സെറ്റ് ബൗണ്ടഡ് എബവ് ആണോ? വളരെ എവിഡന്റ് ആയിട്ട് ഇത് ബൗണ്ടഡ് എബവ് ആണ് അല്ലെ. ഏത് BN എടുത്താലും അത് ഈ AN-കളുടെ സീക്വൻസുകളുടെ ഒരു അപ്പർ ബൗണ്ട് ആണ്. കാരണം എല്ലാ AN-കളെക്കാളും വലുതാണ് BN എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ BN ഫോർ എവ്രി N. ഓക്കെ, ബൗണ്ടഡ് എബവ് ആണ് ബൈ BN ഫോർ എവ്രി N. സോ ദിസ് ഈസ് എ set of real numbers that is bounded above. അപ്പൊ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? സുപ്രീമം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഈ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമം ആണ് സീറ്റ എന്ന് വിചാരിക്കുക. സോ സീറ്റ ഇസ് ദ സുപ്രീമം ഓഫ് ദിസ് കളക്ഷൻ. ഇനി എല്ലാ BN-കളും അപ്പർ ബൗണ്ട് ആണ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ BN-കളും അപ്പർ ബൗണ്ട് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലേ സീറ്റ. So theta will be less than or equal to BN for every N. ഇതിന് കാരണം എന്താണ്? എല്ലാ BN-കളും അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതേനെയാണ് നമ്മൾ സുപ്രീമം എന്ന് പറയുന്നത്. സോ സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN. സീറ്റ ഇതിന്റെ സുപ്രീമം ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് എഴുതാം? AN is less than or equal to സീറ്റ. കാരണം സീറ്റ ആ കളക്ഷന്റെ സുപ്രീമം ആണ്, അപ്പർ ബൗണ്ട് ആണ്. സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN, കാരണം എല്ലാ BN-ഉം അപ്പർ ബൗണ്ട് ആണ്. സീറ്റ സുപ്രീമമാണ് ഫോർ എവ്രി N എലമെന്റ് ഓഫ് N. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? സീറ്റ എലമെന്റ് ഓഫ് AN BN അല്ലെ. ക്ലോസ്ഡ് ഇന്റർവെൽ AN BN ഡെഫിനിഷൻ അല്ലേ അത്? സീറ്റ എലമെന്റ് ഓഫ് AN BN ഫോർ എവ്രി N എലമെന്റ് ഓഫ് N. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. There exists a real number theta which belongs to IN for every N. Okay. അടുത്ത തിയറം. If IN equal to closed interval AN BN N element of N is a nested sequence of closed bounded intervals such that, ഇവിടെയാണ് അഡീഷണൽ കണ്ടീഷൻ വരുന്നത്. എന്താണ്? BN minus AN എന്നുള്ള കളക്ഷൻ, അതായത് അതിന്റെ ലെങ്ത് എടുത്താൽ അതിന്റെ ഇൻഫിമം 0 ആണ്. ഇപ്പൊ സീക്വൻസ് ഓഫ് ലെങ്ത്തുകൾ എടുത്താൽ അത് 0 എന്നുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഫിമം 0 ആണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മളൊരു സീറ്റ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സീറ്റ യുണീക്ക് ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒറ്റ നമ്പറേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഒരു നമ്പർ ഉണ്ടെന്ന് കാണിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു നമ്പറേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല, ആകെ ഒരെണ്ണമേ ഉള്ളൂ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ
A1 A2 എക്സെട്ര ANകളുടെ സുപ്രീമം എ എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ A1 A2 എക്സെട്ര AN എന്ന് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. അതിന്റെ സുപ്രീമമാണ് സീറ്റ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ ഈ ഇന്റർവെലിനകത്തുണ്ട് എന്നുള്ള നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു സെറ്റ് ബി ഡിഫൈൻ ചെയ്യുന്നു ആസ് B1 B2 എക്സെട്ര BN എക്സെട്ര BIകളുടെ കളക്ഷൻ. അതിനെയാണ് ഞാൻ ബി എന്ന് വിളിക്കുന്നത്. ഇത് ബൗണ്ടഡ് ബിലോ ബൈ ANs അല്ലേ? AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN which is less than or equal to etc less than or equal to B2 less than B1. അപ്പൊ ഈ കളക്ഷനിലുള്ള എല്ലാ നമ്പേഴ്സും എല്ലാ ANകളെക്കാളും വലുതാണ്. അപ്പൊ ഇത് ബൗണ്ടഡ് ബിലോ ബൈ ANs ആണ്. ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ഇൻഫിമം പ്രോപ്പർട്ടി അനുസരിച്ച് അതിന് ഒരു ഇൻഫിമം ഉണ്ട്. ആ ഇൻഫിമം ബി ആണ് ഈറ്റ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ കളക്ഷന്റെ സുപ്രീമം ആണ് സീറ്റ, ഈ കളക്ഷന്റെ ഇൻഫിമം ആണ് ഈറ്റ. ക്ലിയർലി സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ. എന്താണ് കാരണം? സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ എവ്രി N ആണ്. അപ്പൊ സീറ്റ ഒരു ലോവർ ബൗണ്ട് ആണ് അല്ലെ? ഏറ്റവും വലിയ ലോവർ ബൗണ്ട് ആണ് ഈറ്റ. അതുകൊണ്ട് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ എന്നുള്ളത് എപ്പോഴും ട്രൂ ആണ്. പക്ഷേ സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ആയിരിക്കുമ്പോൾ ഈറ്റ മൈനസ് സീറ്റ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് AN. ഇതിനെന്താ കാരണം? AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറ്റ ആണ്, ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ആണ്. അപ്പൊ ANന്റെയും BNന്റെയും ഉള്ളിലാണ് ഇവർ രണ്ടുപേരും കിടക്കുന്നത്. അപ്പൊ BNും ANും തമ്മിലുള്ള ഡിഫറൻസിനേക്കാൾ കുറവോ ഈക്വലോ ആയിരിക്കും ഈറ്റയും സീറ്റയും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഈറ്റ മൈനസ് സീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN മൈനസ് AN. പക്ഷെ BN മൈനസ് ANന്റെ ഇൻഫിമം 0 ആണ് അല്ലെ? So this tends to 0 as N tends to infinity, which means theta minus theta is less than or equal to 0 for every actually theta minus eta less than 0 less than or equal to 0 എന്നൊരു കേസാണ് നമുക്ക് വരുന്നത്. ഏത് റിയൽ നമ്പർ എപ്സിലോണിനും ഇത് ട്രൂ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തറിയാം? തീറ്റ മൈനസ് ഈറ്റ ഈക്വൽ ടു 0. അതായത് ഇതിന് രണ്ടിനും ഇടയ്ക്ക് വേറെ ഒരു നമ്പറും ഇല്ല, ഈ രണ്ട് നമ്പേഴ്സും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ ആകെ ആ ഒരു നമ്പർ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? എല്ലാ ക്ലോസ്ഡ് ഇന്റർവെൽ AN BNലും ഉണ്ടാവുള്ളൂ. സോ ദ പോയിന്റ് തീറ്റ ഇസ് യുണീക്ക്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് പോയിന്റ്സ് ഇല്ല, ആകെ ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. ഈ സെക്ഷനിലെ ലാസ്റ്റ് തിയറം, the set of all real numbers is not countable. റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ അല്ല എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ അല്ല എന്ന് കാണിക്കാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 കൗണ്ടബിൾ അല്ല എന്ന് കാണിക്കും. ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്താൽ അതിന്റെ എല്ലാ സബ്സെറ്റ്സും കൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 തന്നെ അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റ് ആയ റിയൽ നമ്പേഴ്സ് എന്തായാലും അൺകൗണ്ടബിൾ ആവും. അപ്പോ I ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0-1 അൺകൗണ്ടബിൾ ആണ് എന്ന് കാണിച്ചാൽ മതി. നമുക്ക് അൺകൗണ്ടബിൾ ആണ് എന്ന് കാണിക്കാനായിട്ട് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പറ്റുമെങ്കിൽ കൗണ്ടബിൾ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ 0-1ലെ പോയിന്റ്സിനെ അറേഞ്ച് ചെയ്യാലോ. ഞാൻ ആ പോയിന്റ്സിനെ A1 A2 A3 എക്സെട്ര എന്നൊരു ഓർഡറിൽ എഴുതി എന്ന് വിചാരിക്കുക. കൗണ്ടബിൾ ആണ് എന്നുള്ള തെറ്റായ അസംഷൻ എടുത്തിട്ടാണ് കേട്ടോ. കൗണ്ടബിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എഴുതി. I എന്നുള്ള ഇന്റർവെല്ലിലെ പോയിന്റ്സ് ആണ് ഇവരെല്ലാവരും. I എന്നുള്ള ഇന്റർവെല്ലിൽ നിന്ന് A1 എന്നുള്ള ഒരു പോയിന്റ് മാത്രം ഒഴിവാക്കി ബാക്കി നിൽക്കുന്നതിന്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണ് I1 എന്ന് വിചാരിക്കുക. സോ I1 is a subset of I such that A1 not an element of I1. ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉള്ള ഒരു ഇന്റർവെല്ലിൽ നിന്ന് ഒരു പോയിന്റ് കളയാനേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് കളഞ്ഞിട്ട് ഒരു ഇന്റർവെൽ എനിക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് I1 കിട്ടി. ഇനി I1-നുള്ളിൽ A2 ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അതൊരു സിംഗിൾ പോയിന്റ് അല്ലേ? അപ്പൊ ഞാൻ I2 സബ്സെറ്റ് ഓഫ് I1 എടുക്കുന്നു such that A2 is not an element of I2. ഓക്കെ, അപ്പോ I സൂപ്പർ സെറ്റ് ഓഫ് I1 ആണ്, സൂപ്പർ സെറ്റ് ഓഫ് I2 ആണ്.
ഇങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത I3 എങ്ങനെ ഡിഫൈൻ ചെയ്യണം? A3 I2 ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എങ്ങനെയായാലും I2ന്റെ ഒരു സബ്സെറ്റ് I3 എടുക്കുക. I3 സബ്സെറ്റ് ഓഫ് I2. ഏത് പോയിന്റിനെ മാത്രം ഒഴിവാക്കുക? A3 നോട്ട് ആൻ എലമെന്റ് ഓഫ് I3 അങ്ങനെ എടുക്കുക. ഓക്കെ. സോ I1 സൂപ്പർസെറ്റ് ഓഫ് I2, സൂപ്പർസെറ്റ് ഓഫ് I3, സൂപ്പർസെറ്റ് ഓഫ് എക്സെട്ര. ഈ I അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം ഒരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് ആണ്. ഈ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസ് കിട്ടിയാൽ ഈ എല്ലാ ഇന്റർവെല്ലിലും കൂടിയുള്ള ഒരു പോയിന്റ് സീറ്റ ഉണ്ട് എന്ന് എനിക്കറിയാം. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ? സോ സീറ്റ എലമെന്റ് ഓഫ് IN ഫോർ എവറി n എലമെന്റ് ഓഫ് n. അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഇന്റർവെൽസും ഏതിന്റെ സബ്സെറ്റ് ആണ്? ഐയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ഈ സീറ്റ എവിടത്തെയും എലമെന്റ് ആയിരിക്കും? ഐയിലെയും എലമെന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഐയിലുള്ള ഒരു പോയിന്റ് സീറ്റ കിട്ടി സച്ച് ദാറ്റ് സീറ്റ ബിലോങ്സ് ടു IN ഫോർ എവറി n. അപ്പൊ സീറ്റ ഈ സീക്വൻസിൽ ഉണ്ടാവോ? ഈ സീക്വൻസിലെ ഏത് പോയിന്റ് AN എടുത്താലും ഒരു ഇന്റർവെൽ IN-നകത്ത് ആ AN ഇല്ല അല്ലെ? പക്ഷെ ഈ സീറ്റയുടെ സ്വഭാവം എന്താണ്? സീറ്റ എലമെന്റ് ഓഫ് IN ഫോർ എവറി n ആണ്. അപ്പൊ സീറ്റ ഒരു AN-നോടും ഈക്വൽ അല്ല. സോ ഇതിനകത്ത് സീറ്റ ഇല്ല. ഓക്കെ. പക്ഷെ സീറ്റ ഐയിലത്തെ ഒരു പോയിന്റ് അല്ലേ? ഞാൻ ഐയിലെ എല്ലാ പോയിന്റ്സിനെയും എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റി എന്നാണ് ക്ലെയിം ചെയ്തത്. പക്ഷെ ഐക്കകത്തുള്ള ഒരു പോയിന്റ് സീറ്റ ഇതിനുള്ളിൽ ഇല്ല എന്ന് എനിക്ക് കിട്ടി. ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താണ്? ഐയിലെ എലമെന്റ്സിനെ എനിക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചതാണ്. അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റില്ല, which means that I is uncountable. ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1 തന്നെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് അതിന്റെ സൂപ്പർ സെറ്റ് ആയ റിയൽ നമ്പേഴ്സും അൺകൗണ്ടബിൾ ആണ്. ഓക്കെ. വിത്ത് ദാറ്റ് വി കം ടു ദി എൻഡ് ഓഫ് മൊഡ്യൂൾ 1. ഞാൻ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.